ഹേ ഗായ്സ്, എൻ്റെ ഹെയർ ഇതേപോലെ ഡ്രൈ ആൻഡ് ഫ്രിസി ആകാറുള്ളപ്പോൾ ഞാനൊരു DIY ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യും. അപ്പം നല്ല ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് ഇതേപോലെ കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു ഹെയർ മാസ്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങളുടെ ഹെയർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നല്ലതുപോലെ ഹെയർ ഡ്രൈ ആയിട്ടുണ്ട്, ഫ്രിസി ആയിട്ടിരിക്കുകയാണ്, അതുപോലെ ഇങ്ങനെ ചുരുണ്ട് മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹെയറിനെ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റും യൂസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഒരു കെമിക്കൽസും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഹെയർ മാസ്ക് ഇതാണ്. ഈ ഒരു ഹെയർ മാസ്ക് നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അരിപ്പൊടി എടുക്കുക, റൈസ് ഫ്ലോർ, അത് തണുത്ത വെള്ളത്തിൽ നോർമൽ ടെമ്പറേച്ചർ വാട്ടറിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് സ്റ്റൗവിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഫ്ലേക്സ് സീഡ് ജെല്ലും അലോവേര ജെല്ലും ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ഇനി നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും കുഴപ്പമില്ല. ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെ ആവാതിരിക്കാൻ ശ്രമിക്കുക. മാസ്ക് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വിറ്റാമിൻ ഇ ഓയിൽ, അതുപോലെ തന്നെ ആവണക്കെണ്ണ, പിന്നെ നമ്മുടെ ചെറിയൊരു കുഞ്ഞു പഴം, അതുപോലെ തന്നെ അത് നിങ്ങളുടെ ഹെയർ ലെങ്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ, ഇത്രയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് അതാണ് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് മുടി ഒന്ന് ചീകി അതിന്റെ ചെടയൊക്കെ കളഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു സ്ട്രെയിറ്റനിങ് എഫക്റ്റ് കിട്ടും. ഞാനിപ്പോൾ കെട്ടി വെക്കുകയാണ്. എൻ്റെ ആ ഒരു ഫ്രിസിനെസ്സും അതുപോലെ തന്നെ ഡ്രൈനെസ്സും മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാസ്ക് കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ നല്ലതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് ഹെയർ കെട്ടി ഇങ്ങനെ വെക്കുക. ഒരു ഹെയർ ക്യാപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് തലയിലിടാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് മോയ്സ്ചർ റീറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഓരോരുത്തരുടെ ഹെയർ ലെങ്തിനും കട്ടിക്കും അനുസരിച്ച് ടൈം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകരുത് മാസ്ക്. അപ്പം നെക്സ്റ്റ് ഡേ, ഹെയർ വാഷ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണിത്. ഷാമ്പോ കണ്ടീഷണറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഹെയർ വാഷ് ചെയ്ത് എയർ ഡ്രൈ ചെയ്തു. ഹീറ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഡേ ഒന്ന് കോംബ് ചെയ്ത് കൊടുത്തു. നനഞ്ഞ മുടി ചീകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഹെയർ കോംബ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. അപ്പോൾ എൻ്റെ പോലെ ഹെയർ ഫ്രിസി ആൻഡ് ഡ്രൈ ആയിട്ടുള്ളവർ ഈ മാസ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ റിലേറ്റഡ് അല്ലെങ്കിൽ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ DIYs ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതായിരുന്നു എനിക്ക് കിട്ടിയ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ മറക്കരുത് കമൻറ്റ് ബോക്സിൽ. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടിൽ ദെൻ ഗുഡ് ബൈ.